ഹായ് UPSC പ്രിലിംസിലെ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യാൻ വൺ ഓഫ് ദ ഫേമസ് മെത്തേഡാണ് എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റുകൾ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിനർത്ഥം ഓൺലി കാണുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും റോങ് ആണെന്നുള്ളതല്ല. പകരം ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നിങ്ങളെ സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ നിങ്ങൾ കോമൺ സെൻസ് നോളജും കമ്പൈൻ ചെയ്ത് നോക്കണം ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിനകത്ത് അസർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് സുപ്രീം കോടതി വേരിയസ് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ആർട്ടിക്കിൾ 16 ക്ലോസ് 4ൻ്റെ അണ്ടറിൽ റിസർവേഷൻ കൊടുക്കുന്ന സമയത്ത് ആ റിസർവേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 335ൻ്റെ അണ്ടറിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയിൽ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നതോ ആർട്ടിക്കിൾ 335ൽ എന്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എന്താണ് എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കാണുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർട്ടിക്കിൾ 335 എന്താണെന്ന് പോലും അറിയുണ്ടാവില്ല. പക്ഷെ നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് അസർഷൻ റീസൺ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ഒന്നിച്ച് തെറ്റാനുള്ള ഒരു പോസിബിലിറ്റി നമുക്കില്ല. അപ്പോൾ ഇവിടെയുള്ള ആകെ പോസിബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം പോയി കഴിഞ്ഞാൽ രണ്ടും ശരിയാവുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണം എന്തായാലും ശരിയായിരിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്, അതിനകത്ത് നമുക്ക് പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല. പക്ഷേ എന്താണ് ആർട്ടിക്കിൾ 335 എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമുക്കൊരു കോൺസെപ്റ്റ് അറിയാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനായിരിക്കും കൂടുതൽ ചാൻസസ്. അതേപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കോമൺ സെൻസിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒരാളെ സംബന്ധിച്ചോളം എഫിഷ്യൻസി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ചോളം കറപ്ഷൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എഫിഷ്യൻസി ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവാണ്. അതുകൊണ്ട് തന്നെ ഡിഫൈൻ ചെയ്യാൻ അതിലും പോസിബിലിറ്റി ഇല്ല. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡ് റോങ് ആയിരിക്കും. ഇനി 335 തന്നെയാണോ ഉറപ്പിക്കാൻ എന്താണ് കാരണം എന്തായാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കണം. അപ്പം ആർട്ടിക്കിൾ 335 നിർബന്ധമായിട്ടും അത് അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസിയെ പറ്റി പറയുന്ന, ലിമിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഇതുപോലെയുള്ള കൂടുതൽ എലിമിനേഷൻ ടെക്നിക്സ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ DM ചെയ്യാം.